മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ സ്ഥിരം ലൊക്കേഷനായിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാൻ NH-ൻ്റെ സൈഡിൽ അങ്ങനെ നിൽക്കുവാണ്. മലയാള പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന മലയാളത്തിലെ ഒരു മികച്ച നടൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. മലയാള സിനിമയിൽ ഒരൊറ്റ കഥാപാത്രം കൊണ്ട് തന്നെ ഏകദേശം ഒരു 1000-ൽ പരം സിനിമയിൽ അഭിനയിക്കുന്ന അതേ പേരുണ്ടാക്കിയ ഒരു നടനാണ് അദ്ദേഹം. മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച വില്ലന്മാരിൽ ഒരാളായിട്ടുള്ളതും മറ്റുള്ള വേഷങ്ങൾ അദ്ദേഹം ചെയ്ത് ഞാനങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പോൾ അത്രയ്ക്ക് കിടിലം വില്ലനായിട്ടുള്ള നമ്മുടെ കീരിക്കാടൻ ജോസ് എന്നറിയപ്പെടുന്ന മോഹൻ രാജ് എന്ന് പറഞ്ഞ നടൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞാൽ ആരും മറന്നു കാണത്തില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് സത്യം പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. എല്ലാവരും കീരിക്കാടൻ ജോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മോഹൻ രാജ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ കാഞ്ഞിരംകുളത്തുള്ള നമ്മുടെ മോഹൻ രാജ് സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മൾ ഈ കാണുന്ന കാഞ്ഞിരംകുളം എന്ന് പറയുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി എല്ലാവരും താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബ വീടുണ്ടായിരുന്നത് ഇവിടെയാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അടക്കിയതും ഇവിടെ തന്നെയാണ്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നടൻ മോഹൻ രാജിൻ്റെ ആ ഒരു കുടുംബ വീട്ടിൻ്റെ അടുത്ത് ഞാനിപ്പോൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത് ഈ ഒരു ജംഗ്ഷൻ അടുപ്പിച്ച് തന്നെയാണ്. ഇപ്പോൾ അവർ വീട്ടിലാരും താമസമില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ താമസമുണ്ട്, 1-2 പേര്. നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് കാണുന്നതാണ് പുള്ളിയുടെ കുടുംബ വീടെന്ന് പറയുന്നത്. ഇപ്പോൾ അതിങ്ങനെ പൊളിഞ്ഞൊരവസ്ഥയിലാണുള്ളത്. കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇപ്പോഴും ഭയങ്കര ഓളമാണ്. അദ്ദേഹത്തിൻ്റെ അത്രയും ഒരു കിടിലം ക്യാരക്ടറാണ്. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമാ നടനാണ് മോഹൻ രാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീട്ടിലിപ്പോൾ ആരും തന്നെ താമസമില്ല. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മുന്നിലായിട്ട് കാണുന്ന ഈ ഒരു പഴയ വീടാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ കുടുംബ വീടെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഇതാ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ മതിലിട്ട് തിരിച്ചിട്ടിരിക്കുന്നത്, ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമാണ്. ഇവിടെയാണ് അദ്ദേഹത്തിന് അടക്കിയിരിക്കുന്നത്. ഇവിടെ ഈ കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്ന് കറക്റ്റ് അറിയത്തില്ല. ഈ ഭാഗത്ത് എവിടെയാണ്, നമുക്ക് ജസ്റ്റ് ഇവിടെ ആരുടെടുത്തെങ്കിലും ചോദിക്കാം അദ്ദേഹത്തിന് എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. നടൻ മോഹൻ രാജിന് മൊത്തത്തിൽ 5 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനെ കൂട്ടി 5 പേരും അത്യാവശ്യം നല്ല ഗവൺമെന്റ് സർവീസിലും കാര്യങ്ങളൊക്കെ ഇരുന്നവരാണ്. ഗൈസ്, നമ്മൾ ഇവിടെ നോക്കുമ്പോഴേ അദ്ദേഹത്തിന് അടക്കിയിരിക്കുന്ന ആ ഒരു സ്ഥലം കാണാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ അപ്പുറത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ അകത്തോട്ട് കയറി വന്നിരിക്കുകയാണ്. അത് ആ കാണുന്ന ഒരു തെങ്ങുണ്ടല്ലോ, അതാണ് നമ്മുടെ കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞ മോഹൻ രാജ് സാറിനെ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. ഈ കാണുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അദ്ദേഹത്തിന് കിട്ടിയ കുടുംബ വിഹിതമാണ്. അദ്ദേഹത്തിൻ്റെ വേറെ സഹോദരങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന വീട് അദ്ദേഹത്തിൻ്റെ അനിയന് കൊടുത്തതായിരുന്നു. അപ്പോൾ ഏറ്റവും ഇളയ അനിയനാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു അനിയൻ ഇവിടെ അപ്പുറത്ത് താമസമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടത്തേക്ക് പോയിട്ട് ആ ഒരു വീട് കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഈ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും, അതായത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാവരും തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും അങ്ങനെയൊക്കെയുള്ള വലിയ സ്ഥാനത്തൊക്കെ ഇരുന്നവരാണ്. അദ്ദേഹവും നല്ല ഒരു ജോലിയിൽ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം പിന്നെ കുറേ നാൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള അവസാന സമയങ്ങളിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വീട് ഇപ്പോൾ വളരെ തകർന്നൊരവസ്ഥയിലാണ്. കാരണം ഇവിടെ ആരും താമസമില്ല. ആരും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പൊളിഞ്ഞൊരവസ്ഥയിലാണ് ഉള്ളത്. ജോസ് ചാവൂന്ന് കരുതിയല്ലേ? വരണ വഴിയാ മുറിച്ചിട്ടാ മുറി കൂടണ സൈസാ ജോസ്. 3 മാസം ആശുപത്രി കിടന്നപ്പോ 10 കിലോ കൂടി. ഗൈസ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കീരിക്കാടൻ ജോസിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. ഇവിടെ തൊട്ടടുത്തായിട്ട് താമസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. അറിയാവുന്ന ഓർമ്മകളിലൂടെയൊക്കെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമല്ലോ. അതേപോലെ തന്നെ
ചെറുതിലെ തൊട്ട് നല്ലതുപോലെ അറിയാവുന്ന ഒരാൾ കൂടിയാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ് നമ്മുടെ മോഹൻ രാജ് സാറിന്റെ ഒരു അടുത്ത സുഹൃത്ത്. അദ്ദേഹവുമായിട്ടൊക്കെ ഒരുപാട് നാള് സഹകരിച്ചിട്ടുള്ള ആളല്ലേ? ചെറുപ്പം മുതലേ അറിയാം. അയാളൊരു കായിക അഭ്യാസിയൊക്കെ കൂടെ ആയിരുന്നു. ഇവിടുത്തെ നമ്മുടെ ഇവിടെ ഒരു അന്നത്തെ യുവാക്കളുടെ ഇടയിലൊരു വലിയൊരാളായിട്ടാണ് കഴിഞ്ഞിരുന്നത്. ചെറുപ്പകാലത്തൊക്കെ എൻ്റെ ജ്യേഷ്ഠനെ പോലെയാണ്. ഇത് മുതിർന്ന ആളാണ്. അന്ന് കായികമായിട്ടൊക്കെ അന്നത്തെ കാഞ്ഞിരംകുളം പ്രദേശത്ത് ഒരു കായിക അഭ്യാസി ബാസ്കറ്റ്ബോൾ ടീമിലേക്ക് അംഗങ്ങളായിരുന്നു. അതെ, നല്ല ഹൈറ്റും നല്ല വെയിറ്റും അതേപോലെ തന്നെ അല്ലേ? ഒരു പ്രത്യേക ഇതായിരുന്നല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഒരു പേടിക്കുന്ന മുഖം. അച്ഛനൊക്കെ ഒരു പോലീസ് ഓഫീസറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയി ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ മിലിറ്ററി സർവീസിൽ പോയി ആദ്യം. അപ്പോഴും പിന്നെ ഇവിടെ നിന്ന് വിട്ടു പോയി. അന്നൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് കാല് നീളം കൂടുതലായതുകൊണ്ട് സൈക്കിളിൽ തന്നെ ഒന്ന് കയറേണ്ട കാര്യമില്ല. അടുത്ത് അങ്ങനെ ഒരു സാധാ കട്ടിലിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പുള്ളി കാല് വെളിയിലാണ്. അങ്ങനെയാണ് ഇവിടെ നിന്ന് പിന്നെ ചെന്നൈയിലൊക്കെ അങ്ങ് പോയി. പിന്നെ ആൺകളെ നമ്പാതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കഴുകുമലക്കള്ളൻ, അങ്ങനെ തമിഴിലാണ് ആദ്യം അഭിനയിക്കുന്നത്. കഴുകുമലക്കള്ളൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു സിനിമ. പിന്നെ ആൺകളെ നമ്പാത് അങ്ങനെ വന്നിട്ടാണ് പിന്നെ കേരളത്തിലോട്ട് വന്ന് അങ്ങനെ കിരീടമാണ് കൂടുതൽ പിന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു തെലുങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം അഭിനയിക്കുന്നത് വില്ലനായിട്ട് തന്നെയാണോ? ആദ്യം കഴുകലായപ്പോൾ വില്ലനായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഓഫീസറായിട്ട് വന്നു. ആ സമയത്താണ് മിലിറ്ററിയിൽ നിന്ന് പിന്നെ വന്നിട്ട് കേരള സബ് ഇൻസ്പെക്ടറായിട്ട് കിട്ടിയതാണ്. അതാണ് പിന്നെ. അപ്പൊ അന്ന് ആ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെ കാണാറുണ്ടായിരുന്നു? കാണാറുണ്ട്. ഇവിടെ അവധിക്കും നാട്ടിൽ വരുമ്പോഴും കാണും. ഞങ്ങള് സംസാരിക്കാറുണ്ട്. പുള്ളിയുടെ ചെറുപ്പകാലത്ത് വെയിറ്റിന് സഹായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ജിം ലക്ഷ്യത്തിലൊക്കെ. നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു? ഒരു 10-15 വയസ്സ് വ്യത്യാസം. അത്രേ വരുമോ? 71 വയസ്സിലല്ലേ മരിച്ചത്. ഇപ്പം മരിച്ചിട്ട് എത്ര? 1.5 വർഷമായി. 1.5 കൊല്ലം ആവുമോ? പുള്ളി ഇവിടെ നാടുമായിട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വിട്ട് പോകേണ്ട ഒരു ഇത് വന്നു. അങ്ങനെ ഒരു അതായത് 10-20 വയസ്സായപ്പോൾ തന്നെ മിലിറ്ററിയിൽ അങ്ങ് പോയി. അപ്പൊ അന്നേ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നല്ലേ പുള്ളി? അങ്ങനെ ഇല്ല, ഒരു നാടകത്തിൽ പോലും അങ്ങനെ നമുക്കറിയില്ല പുള്ളി എങ്ങനെയാ സിനിമയിലോട്ട് വരാൻ. പിന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഓഫീസറായിട്ട് തമിഴ്നാട്ടിൽ പോയപ്പോൾ അങ്ങനെ ഒരു ഇതിനാണ് സിനിമയിൽ അഭിനയിച്ചത് തുടങ്ങിയത്. പിന്നെ അത് പിന്നെ ഇങ്ങനെ കൊണ്ട് പോപ്പുലറായി വന്ന് പിന്നെ കേരളത്തിലോട്ട് വന്ന് കേരളത്തിൽ പിന്നെ ഇത്തിരി സിനിമ പിന്നെ ഒരുപാട് സിനിമകളായി. പിന്നെ കീരിക്കാടൻ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇതായിപ്പോയി അല്ലേ? ഇരുത്തം വന്ന സംഭവമായി. പുള്ളിക്ക് കറക്റ്റ് ഇവിടെ വീടൊന്നും ഇല്ലേ? ഇവിടെ കുടുംബ വീട്, ഇവിടെ പ്രോപ്പർട്ടികളുണ്ട്. അല്ലാതെ കുടുംബ വീടൊന്നും വെച്ചിട്ടില്ല. ഇവിടെ വീട് വെച്ചിട്ടില്ല. മദ്രാസിലായിരുന്നു. സിറ്റിയിലെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. സിറ്റിയിൽ എവിടെ? വട്ടിയൂർക്കാവ് ഭാഗത്തല്ല. എല്ലാവർക്കും ആ ഭാഗത്തൊക്കെ നടന്മാർക്ക് വീടും ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. അനിയനാണ്. കുടുംബ വീട് എന്ന് പറയാതെ ഒരു 100 വർഷം പഴക്കമുള്ള കുടുംബ വീടാണ്. ആ വീട് ഞാൻ കണ്ടായിരുന്നു. പിന്നെ 5 പേരാണ് അവര്. 5 എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണല്ലോ. അവിടെ തിരക്കിയപ്പോൾ ആൾക്കാർ പറഞ്ഞു എല്ലാവരും കുടുംബക്കാരെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് ജോലിയെല്ലാം ഉണ്ടായിരുന്നു. അച്ഛന് ജോലി ഉണ്ടായിരുന്നു അല്ലേ? ഇൻകം ടാക്സ് കമ്മീഷണറായിരുന്നു. ഒരാള് മറ്റേ തദ്ദേശ സ്വയംഭരണ കോർപ്പറേഷനിൽ, ഒരാൾ മുനിസിപ്പൽ സെക്രട്ടറി, ഒരാൾ CASF DOSP ആയിട്ട്. എല്ലാവരും നല്ല ഹൈ ലെവലായിരുന്നു. ചേട്ടൻ എന്ത് ചെയ്ത്? ഞാൻ പോലീസിലാണ് റിട്ടയറായി. സബ് ഇൻസ്പെക്ടറായിട്ട് ക്രൈം ബ്രാഞ്ചിൽ വന്ന്. പുള്ളി ഏകദേശം എത്രാമത്തെ വയസ്സിലാണ് സിനിമയിൽ വരുന്നത്? 40 വയസ്സിന് വരും. അതിനുശേഷം പിന്നെ പുള്ളി ഇവിടെ അധികം കണ്ടിട്ടില്ല. കാരണം തിരക്കായല്ലോ. അവസാന ടൈമിൽ ഇവിടെ തന്നെ ട്രിവാൻഡ്രത്ത് തന്നെ ആയിരുന്നു. വാടകയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇടയ്ക്ക് ലാസ്റ്റ് കുറച്ച് സുഖമില്ലാതെ പിന്നെ കുറച്ച് ഒട്ടും വയ്യ. ആ സമയത്തൊക്കെയാണ് നമ്മളൊക്കെ അറിയുന്നത് അദ്ദേഹം ഇങ്ങനെ. പുള്ളി പെട്ടെന്ന് അങ്ങ് വയ്യാണ്ടായതുപോലെ. പുള്ളിയുടെ വില്ലൻ എന്ന് പറയുമ്പോഴേ ആ സിനിമയിലും പുള്ളിയുടെ ഒരു കറക്റ്റ് ആ ഒരു ഇതുണ്ട്. പുള്ളി ഇങ്ങനെ കൂടുതൽ എനിക്കൊന്ന് ലാലേട്ടന്റെ പടങ്ങളിലാണ് അടിപൊളി കഥാപാത്രം ചെയ്തിരിക്കുന്നത് അല്ലെ? ഹലോയിലൊക്കെ അവസാനം നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതെ, 6-ാം തമ്പുരാനിൽ അല്ല, ലാലേട്ടനായിട്ടുള്ള കോമ്പിനേഷനിൽ ഭയങ്കര ലെവലായിരുന്നു പുള്ളിയുടെ ആ ഒരു മരൺ സിനിമയിലൊക്കെ ഉള്ള പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അടിപൊളി. ആ ഒരു തലയെടുപ്പ് സംവിധായകർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ പുള്ളിയുടെ ഒരു കമ്മ്യൂണൽ ഒരു ഇതുണ്ട് സിനിമയില്. കയറി വരുന്നതിനുള്ള ഒരു അവസര വിയോഗം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല റോളുകൾ ചെയ്യാൻ പറ്റാത്തതിൽ എന്തെങ്കിലും ഞാൻ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി പോയിട്ട് തന്നെ പോയപ്പോഴോ നിങ്ങളെ ഒഴിവാക്കി എന്നുള്ള രീതിയിലൊക്കെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇവിടെ അടുത്ത് സ്കൂളായതിനെ കൊണ്ട് ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിൽ കിളികളൊക്കെ ഉണ്ട്. ചെറിയൊരു സൗണ്ടിന്റെ കുറവുണ്ടാവും, അതെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉള്ള ഓർമ്മ. ഞാൻ ലാസ്റ്റ് അതിലാണ് വിരമിക്കുന്നത്. ഗവൺമെന്റിൽ അവസാനം എൻഫോഴ്സ്മെന്റ് ഓഫീസറായിട്ടാണ് വിരമിക്കുന്നത്. വിരമിക്കുന്ന പറഞ്ഞാൽ അയാൾ സർവീസിൽ പോവാതെ ആയി. പിന്നെ അവര് ബ്രേക്കായിട്ടാണ് അവസാനിച്ചത്. അല്ല, അപ്പൊ രാജി വെച്ചിട്ടില്ല. അല്ലാതെ ലീവ് എടുത്തിട്ട് പിന്നെ
അങ്ങനെയാണ്. ഈ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടോ പുള്ളി? വന്നിട്ടുണ്ട്. ജ്യേഷ്ഠനായിട്ട് വരും, അച്ഛനുമായിട്ടൊക്കെ ഇടപെടാനൊക്കെ എല്ലാവരുമായിട്ട് നല്ല കുഴപ്പമില്ല. പുള്ളി കാണുന്നതൊക്കെയല്ല, കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീകരമായിട്ട് തോന്നുമെങ്കിലും പുള്ളിക്ക് ഒരു ഇതുണ്ടായിരുന്നു. ഓക്കെ, ഇത്ര നേരം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദി. താങ്ക് യു. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ഇവിടെ അടുത്തായിട്ട് താമസിക്കുന്നുണ്ട്. ആ ഒരു വീട് കൂടി ഒന്ന് കാണിച്ചു തരാം. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അവിടെ പുള്ളിക്ക് എന്തോ സുഖമില്ലാന്ന് ഞാൻ അവിടെ തിരക്കിയപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു നോക്കാം. അതും ഈ കാണുന്ന തൊട്ടടുത്ത് തന്നെയാണ്. ഈ കാണുന്ന ഇവിടെ നിന്ന് ജസ്റ്റ് നമ്മളങ്ങ് ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ പുള്ളിയുടെ വീടാവും. ഈ കാണുന്ന മുന്നിൽ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്. ഇനി മറ്റ് സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ സിറ്റിയിൽ പല ഭാഗത്തായിട്ടൊക്കെയാണ് വീടൊക്കെ വെച്ച് താമസിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ്റെ വീട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചാണ്. ഞാനിവിടെ വിളിച്ചു നോക്കി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറി സംസാരിക്കാം. ചിലപ്പോൾ ഇവിടെ ആൾ കാണാൻ വഴിയില്ലയെന്നും പറയുന്നുണ്ടായിരുന്നു. ഗൈസ്, ഞാൻ അവിടെ വന്നു തിരക്കി. അപ്പോൾ സംഭവം അദ്ദേഹം വയ്യാതെ സുഖമില്ലാതെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കൊണ്ട് കാണാൻ പറ്റത്തില്ല. അങ്ങനെ അദ്ദേഹം ഒരുപാട് വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് മലയാളികളെ ഒരുപാട് പേടിപ്പിച്ച് ഏതെങ്കിലും നടൻ്റെ ഓപ്പോസിറ്റായിട്ടൊക്കെ വന്നിട്ട് അദ്ദേഹം അടി വിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു മുഴുനീള കഥാപാത്രം എന്ന് പറയാൻ 90കളിലൊക്കെ ഉള്ള കുറച്ച് പടങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള മിക്കുള്ള സിനിമകളിലും എവിടെന്നെങ്കിലുമൊക്കെ വരും. ഏതെങ്കിലും നടൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വെറും ഒരു ഗുണ്ട എന്നുള്ള സംഭവത്തിൽ മാത്രം വന്ന് അങ്ങനെ അങ്ങ് പോകും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ ലൈഫിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ. മലയാള സിനിമ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല വേഷങ്ങളൊന്നും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. കൂടുതലും കിട്ടിയിട്ടുള്ള നമ്മളെ നരനിലൊക്കെ ചെയ്തിട്ടുള്ള അതേ കണക്കത്തുള്ള വേഷങ്ങളാണ്. അതേപോലെ തന്നെ നരസിംഹം, ആറാം തമ്പുരാൻ. അങ്ങനെ അവസാനം അദ്ദേഹം 2024 നമ്മളെയൊക്കെ വിട്ടുപോയി. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലം ആയിട്ടുണ്ട് അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപോയിട്ട്. അവസാന നാളുകളിൽ വളരെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും മലയാളികൾ എന്നും ഓർമ്മിച്ചിരിക്കുന്ന ഒരു നല്ല നടൻ തന്നെയാണ് അദ്ദേഹം. ഞാനും കൂടെ കൂടട്ടെ കളിക്കേ.